ആക്സോണുകളുടെ കൂട്ടം അറിയപ്പെടുന്നത് നാഡികൾ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാഡികൾ സംവേദനാഡികൾ. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡികൾ പ്രേരകനാഡികൾ. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡികൾ സമ്മിശ്രനാഡികൾ. സംവേദനാഡിതന്തുക്കളും പ്രേരകനാഡിതന്തുക്കളും ചേർന്നുണ്ടാകുന്ന നാഡി സമ്മിശ്രനാഡി. മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം 31 ജോഡി. മനുഷ്യനിലെ ശിരോനാഡികളുടെ എണ്ണം 12 ജോഡി. 10ാം ശിരോനാഡി അറിയപ്പെടുന്നത് വാഗസ് നാഡി. നാഡീവ്യവസ്ഥയുടെ 2 വിഭാഗങ്ങൾ: കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ. മസ്തിഷ്കം, സുഷുമ്ന എന്നിവയടങ്ങുന്ന നാഡീവ്യവസ്ഥ കേന്ദ്ര നാഡീവ്യവസ്ഥ. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും ചേർന്ന നാഡീവ്യവസ്ഥ പെരിഫറൽ നാഡീവ്യവസ്ഥ. നട്ടെല്ലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാഡികളും ചേർന്ന വ്യവസ്ഥ സിമ്പത്തറ്റിക് വ്യവസ്ഥ. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്ന വ്യവസ്ഥ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും ചേർന്ന നാഡീവ്യവസ്ഥ സ്വതന്ത്ര നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ: CT സ്കാൻ, MRI സ്കാൻ, EEG. CT സ്കാൻ കണ്ടെത്തിയത് ഗോഡ്ഫ്രെ ഹൗൺസ്ഫീൽഡ്. EEG കണ്ടെത്തിയത് ഹാൻസ് ബെർജർ. MRI സ്കാൻ കണ്ടെത്തിയത് റെയ്മണ്ട് വഹാൻ ദമേദിയൻ.